Hello, welcome back to Teachers World. Teachers World-ലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. Okay, now we are going to discuss about the scholarship jacket from your 10th standard English book. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th standard English bookലെ the scholarship jacket എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. It is written by Martha Salinas. ഇത് എഴുതിയിട്ടുള്ളത് Martha Salinas ആണ്. She is a native of Coalinga, California. She graduated in creative writing from the University of California at Irvine. The scholarship jacket is one of the several short stories Salinas has published in journals and collections. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ മാത്ത സലിനാസ് കാലിഫോർണിയയിലെ കോളിംഗ സ്വദേശിനിയായിരുന്നു. അവർ എർവിനിലെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ നിന്ന് ക്രിയേറ്റീവ് റൈറ്റിംഗിൽ ഗ്രാജുവേഷൻ നേടിയിട്ടുണ്ടായിരുന്നു. അവരുടെ നിരവധി ഷോർട്ട് സ്റ്റോറീസിൽ ഒന്നായിരുന്നു ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്നത്. സലിനാസ് ഒരുപാട് ജേർണൽസും കളക്ഷൻസും ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് ദി ഓതർ. ഇത്രയാണ് നമുക്ക് ഓതറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ലെറ്റ് us move on to the chapter, the scholarship jacket. Here you have some questions. An award is a mark of recognition given in honor of one's excellence in a certain field. Do you dream of getting such awards? അതായത് ഇവിടെ പറയുന്നത് ഒരു പ്രത്യേക മേഖലയിൽ ഒരാളുടെ കഴിവിനെ മാനിച്ച് നൽകുന്ന ആ ഒരു റെക്കഗ്നിഷനെ അല്ലെങ്കിൽ ആ ഒരു അംഗീകാരത്തിൻ്റെ മാർക്ക് എന്ന് പറയുന്നത്, മാർക്ക് എന്ന് പറയുന്നത് ആ ഒരു അടയാളം ആണ് അവാർഡ് എന്ന് പറയുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത്തരം ആ ഒരു അവാർഡ്സ് ലഭിക്കുമെന്ന് നിങ്ങൾ സ്വപ്നം കാണാറുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇഫ് സോ, വാട്ട് സ്റ്റാൻഡ്സ് ഇൻ ദ വേ ഓഫ് യുവർ ഡ്രീംസ്? അങ്ങനെയെങ്കിൽ എന്താണ് നിങ്ങളുടെ ആ ഒരു ഡ്രീമിലേക്കുള്ള വഴിയിൽ നിൽക്കുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവർ പറഞ്ഞ പോലെ തന്നെ നമുക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. നല്ലൊരു അവാർഡ് കിട്ടണം, മറ്റുള്ള ആളുകളുടെ മുന്നിൽ നമുക്ക് എല്ലാ പദവിയോടു കൂടെ നിൽക്കണം എന്നൊക്കെ നമ്മളും ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. Here in the story the narrator speaks about the obstacles she had to encounter to make her dream come true. Okay, അപ്പോൾ ഇവിടെ പറയുന്നത്, ഇവിടെ നമുക്ക് നമ്മുടെ നെറേറ്റർ ഒരു സ്റ്റോറി പറയുന്നുണ്ട്. അവർക്ക് ഒരുപാട് ഒബ്സ്റ്റക്കിൾസ്, ഹിയർ ഒബ്സ്റ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ, അവർക്ക് ആ ഒരു ഡ്രീമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമുക്കിവിടെ ഇനി പറയാൻ പോകുന്നത്. അവരുടെ ഒരു സ്വപ്നത്തിലേക്ക് അവർ വന്നിട്ടുള്ള കഥയാണ് നമുക്ക് ഈ ഒരു ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ അവർ പറയുന്നത്. ഓക്കെ, ലെറ്റ് us start. The small Texas school that I went to had a tradition carried out every year during the 8th grade graduation. A beautiful gold and green jacket was awarded to the class valedictorian, the student who had maintained the highest grades for 8 years. The scholarship jacket had a big gold S on the left front side and your name written in gold letters on the pocket. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ നെറേറ്റർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പഠിച്ചിരുന്ന, ഞാൻ എന്ന് പറയുന്നത് നമ്മുടെ നെറേറ്ററാണ് കേട്ടോ. ഞാൻ പഠിച്ചിരുന്ന സ്മോൾ ടെക്സസ് സ്കൂളിൽ 8ാം ക്ലാസ്സിലെ പഠനം പൂർത്തിയാക്കുന്നതിനോടനുബന്ധമായിട്ട് ചില ട്രഡീഷൻസ് അവിടെ ആവർത്തിയായിട്ട് വരാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതി അവിടെ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോൾഡ് ആൻഡ് ഗ്രീൻ കളർ കലർന്നിട്ടുള്ള ആ ഒരു മനോഹരമായിട്ടുള്ളൊരു ജാക്കറ്റ് അവിടെയുള്ള യാത്രയപ്പ് സമയത്ത് കഴിഞ്ഞ 8 വർഷവും ക്ലാസ്സിൽ നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ആ ഒരു സ്റ്റുഡൻറ്റിന് അവർ നൽകുന്നത് പതിവായിരുന്നു. ഹിയർ വാലഡിക്ടോറിയൻ എന്ന് പറയുന്നത് നല്ല മാർക്ക് അല്ലെങ്കിൽ ഉയർന്ന മാർക്ക് വാങ്ങുന്ന സ്റ്റുഡൻറ്റിനെയാണ് നമ്മൾ വാലഡിക്ടോറിയൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു പതിവ് ആ ഒരു സ്കൂളിൽ ഉണ്ടായിരുന്നു. സ്കോളർഷിപ്പ് ജാക്കറ്റിൻ്റെ മുൻവശത്ത് ആ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് അവർ എസ് എന്ന് വലിയ ഒരു ഗോൾഡ് കളറിൽ എഴുതിയിട്ടുണ്ടാകും. അത് കൂടാതെ ആ ഒരു ജാക്കറ്റിൻ്റെ പോക്കറ്റിൽ അത് ലഭിക്കുന്ന കുട്ടിയുടെ പേര് നല്ല ഗോൾഡ് ലെറ്റേഴ്സിൽ അവർ എഴുതിയിട്ടുണ്ടായിരിക്കും. Okay, then my oldest sister Rosie had won the jacket a few years back and I fully expected to also. I was 14 and in the 8th grade I had been a straight A student since the first grade and this last year had looked forward very much to owning that jacket. My father was a farm laborer who couldn't earn enough money to feed 8 children. So when I was 6 I was given to my grandparents to raise. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ നെറേറ്റർ പറയാണ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ എൽഡർ സിസ്റ്റർ ആയിട്ടുള്ള റോസിക്ക് ഈ ഒരു ജാക്കറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കും ജാക്കറ്റ് കിട്ടണമെന്ന് ആദ്യമായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് 14 ഇയേഴ്സ് ഓൾഡായിരുന്നു. മാത്രമല്ല അന്ന് ഞാൻ 8th സ്റ്റാൻഡേർഡിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ 1 മുതൽ എല്ലാ ക്ലാസ്സിലും A ഗ്രേഡ് നേടിയ നല്ല മിടുക്കിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ജാക്കറ്റ് എനിക്കും കിട്ടണമെന്ന് ആദ്യമായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അച്ഛനൊരു ഫാം ലേബറർ ആയിരുന്നു, ഒരു കൃഷിയിടത്തിലെ തൊഴിലാളിയായിരുന്നു.
ഈ ഒരു 8 മക്കളെയും വളർത്താനുള്ള ഒരു വരുമാനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് 6 വയസ്സായപ്പോൾ മുതൽ ഞാൻ എൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. We couldn't participate in sports at school because there were registration fees, uniform cost and trips out of town. So even though our family was quite agile and athletic, there would never be a school sports jacket for us. This one, the scholarship jacket, was our only chance. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ നെറേറ്റർ പറയുന്നത് സ്കൂളിലെ സ്പോർട്സിലൊന്നും ഞങ്ങൾ അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ രജിസ്ട്രേഷൻ ഫീസും യൂണിഫോം ഫീസും ഒക്കെ നമ്മൾ അടയ്ക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനൊന്നും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ല. അതുമാത്രമല്ല, ടൗണിൽ നിന്ന് പുറത്തേക്കുള്ള ആ ഒരു ട്രിപ്പിന് വേണ്ടിയും മറ്റുമൊക്കെ അവർ ഒരുപാട് പണം വാങ്ങാറുണ്ടായിരുന്നു. ഞങ്ങളുടെ ആ ഒരു കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും പൊതുവേ നല്ല ആരോഗ്യവും നല്ല ഹെൽത്തി ആയിട്ടുള്ളവരും അതുപോലെ തന്നെ നല്ല ചുറുചുറുക്കുള്ളവരും ആയിരുന്നു. ഹിയോ എജൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറുചുറുക്ക് എന്നാണ് കേട്ടോ. അങ്ങനെ നല്ല ചുറുചുറുക്കുള്ളവരാണെങ്കിലും ഞങ്ങൾക്ക് ഒരിക്കലും സ്കൂളിലെ സ്പോർട്സ് ജാക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആകെയുള്ളൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് മാത്രമായിരുന്നു എന്നാണ് നമ്മുടെ നറേറ്റർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, താൻ ഇൻ മെയ് ക്ലോസ് ടു ഗ്രാജുവേഷൻ spring fever had struck as usual with a vengeance. No one paid any attention in class. Instead, we stared out of the windows and at each other, wanting to speed up the last few weeks of school. I despaired every time I looked in the mirror. Pencil thin, not a curve anywhere. I was called Beanpole and String Bean, and I knew that is what I looked like. That really wasn't much for a 14-year-old to work with, I thought, as I absent-mindedly wandered from my history class to the gym. Another hour of sweating in basketball and displaying my toothpick legs was coming up. Then I remembered my PE shorts were still in a bag under my desk where I had forgotten them. I had to walk all the way back and get them. Coach Thompson was a real buyer if someone wasn't dressed for PE. She had said I was a good forward and even tried to talk Grandma into letting me join the team once. Of course, Grandma said no. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ നറേറ്റർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മെയ് മാസത്തിൽ അവരുടെ ആ ഒരു 8th ഗ്രാജുവേഷനോട് അടുത്ത സമയത്ത് ആ ഒരു സ്പ്രിംഗ് സീസണിൽ അവർക്കൊരു വെഞ്ചൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പകവീട്ടൽ പോലെ അവിടെ എല്ലാവർക്കും അപ്രതീക്ഷിതമായിട്ട് പനി ബാധിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആരും തന്നെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പകരം അവരെല്ലാവരും വിൻഡോസിലൂടെ പുറത്തേക്ക് ഹിയർസ് ടയേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറച്ചു നോക്കുന്നതിനാണ് കേട്ടോ. അവരെല്ലാവരും ആ ഒരു വിൻഡോസിലൂടെ തുറച്ചു നോക്കുകയും അതുപോലെ തന്നെ അവർ അന്യോന്യം നോക്കിയിരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്ലാസ് തീരാൻ ബാക്കിയുള്ള കുറച്ച് ആഴ്ചകൾ കൂടി എത്രയും പെട്ടെന്ന് തീർന്നിരുന്നെങ്കിലെന്ന് എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു സമയത്ത് ഞാൻ കണ്ണാടിയിൽ നോക്കുമ്പോഴെല്ലാം എനിക്ക് വളരെ നിരാശയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൻസിൽ പോലെ മെലിഞ്ഞ് ഒരു വളവ് പോലും ഇല്ലാത്ത ഒരു കുട്ടിയായിരുന്നു ഞാൻ. എന്നെ എല്ലാവരും ബീൻ പോൾ എന്നും അതുപോലെ തന്നെ സ്ട്രിങ് ബീൻ എന്നും ഒക്കെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ബീൻ പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പയറിനൊക്കെ വെക്കുന്ന ഒരു വടിയുണ്ടല്ലോ, അതിനെയാണ് ബീൻ പോൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ ആയിരുന്നു ഞാൻ. എൻ്റെ ആ ഒരു ശരീരപ്രകൃതി അങ്ങനെ ആണെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 14 വയസ്സായ കുട്ടിക്ക് ജോലിയെടുക്കാൻ പര്യാപ്തമല്ല എന്ന് ഞാൻ ആ സമയത്ത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് എൻ്റെ ഹിസ്റ്ററി ക്ലാസ്സിൽ നിന്ന് മറ്റെന്തൊക്കെയോ ചിന്തിച്ച് ഞാൻ ജിമ്മിലേക്ക് പോയി. അടുത്ത അവർ ബാസ്കറ്റ് ബോളിനുള്ളതാണ്. എൻ്റെ PE ഷോർട്സ് ക്ലാസ്സിലെ ഡെസ്കിനടിയിൽ വെച്ചിരിക്കുന്ന ബാഗിനുള്ളിലാണെന്ന് അപ്പോഴാണ് ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ക്ലാസ്സിലേക്ക് തിരിച്ചു പോയി അത് എടുക്കണമായിരുന്നു. കാരണം PE ഡ്രസ്സോടെയല്ല ക്ലാസ്സിൽ വരുന്നതെങ്കിൽ ഞങ്ങളുടെ കോച്ച് തോംസൺ മാഡം ഒരു കരടിയെ പോലെ ആകുമായിരുന്നു. ഞാൻ ബാസ്കറ്റ്ബോൾ ടീമിൽ ചേരണമെന്ന് കോച്ചിന് അഭിപ്രായമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് ഒരിക്കൽ എൻ്റെ ഗ്രാൻഡ് മദറിനോട് പറയാൻ ശ്രമിക്കുകയും ചെയ്തതാണ്. തീർച്ചയായിട്ടും എൻ്റെ ഗ്രാൻഡ് മദർ പറ്റില്ലെന്ന് പറയുകയും ചെയ്തു. ഓക്കെ, then I was almost back at my classroom door when I heard voices raised in anger as if in some sort of argument. I stopped. I didn't mean to eavesdrop. I just hesitated, not knowing what to do. I needed those shots and I was going to be late, but I didn't want to interrupt an argument between my teachers. I recognized the voices, Mr. Smith, my history teacher, and Mr. Boone, my math teacher. They seemed to be arguing about me.
I couldn't believe it. I still remember the feeling of shock that rooted me flat against the wall as if I were trying to blend in with the graffiti written there. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ നറേറ്റർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ക്ലാസ് മുറിയുടെ ഏകദേശം അടുത്തെത്തിയ സമയത്ത് ദേഷ്യത്തിൽ ആരൊക്കെയോ എന്തൊക്കെയോ പരസ്പരം തർക്കിക്കുന്ന ഒരു ശബ്ദം കേൾക്കുകയുണ്ടായി. ഹിയർ ആർഗ്യുമെൻറ്റ് മീൻസ് തർക്കിക്കുക. ആ ഒരു സമയത്ത് ഞാൻ അവിടെ തന്നെ നിന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു ഊഹവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒളിഞ്ഞിരുന്ന് കേൾക്കണമെന്ന് ഞാൻ കരുതിയില്ല. ഹിയർ ഈവ്സ്ഡ്രോപ്പ് മീൻസ് ഒളിഞ്ഞിരുന്ന് കേൾക്കുക എന്നാണ് കേട്ടോ. ഓക്കെ, എനിക്ക് എത്രയും വേഗം ആ ഷോർട്സ് എടുത്ത് കായിക പരിശീലനത്തിന് പോകണമെന്നായിരുന്നു ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ പറയുന്നുണ്ട് ഐ ജസ്റ്റ് ഹെസിറ്റേറ്റഡ്. ഞാൻ കുറച്ച് എനിക്ക് മടിയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ മടിച്ചു നിന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവരെ ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഹെസിറ്റേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഞാൻ മടിച്ചു നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല എനിക്ക് അവിടേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ പരിശീലന സ്ഥലത്തേക്ക് പോകണമായിരുന്നു. പക്ഷേ എൻ്റെ ടീച്ചേഴ്സിൻ്റെ ആ ഒരു തർക്കം തടസ്സപ്പെടുത്താൻ ഞാൻ ഒട്ടും ആഗ്രഹിച്ചതുമില്ല. ആ ഒരു ശബ്ദങ്ങൾ ആരുടേതാണെന്ന് ഞാൻ തിരിച്ചറിയുകയും ചെയ്തു. ഒന്ന് എൻ്റെ ഹിസ്റ്ററി ടീച്ചറായിട്ടുള്ള സ്മിത്തിൻ്റേതും മറ്റേത് എൻ്റെ മാത്സ് ടീച്ചറായിട്ടുള്ള മിസ്റ്റർ ബൂണിൻ്റേതുമായിരുന്നു എന്ന് എനിക്കറിയാമായിരുന്നു. അവർ തമ്മിലായിരുന്നു ആ ഒരു തർക്കം. അവർ എന്നെക്കുറിച്ചാണ് തർക്കിച്ചിരുന്നത്. എനിക്കത് വിശ്വസിക്കാനായില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ആ ഒരു ഞെട്ടൽ കാരണം ആ ഒരു ചുമരിനോട് ഏറെ നേരം ചാരി നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹിയർ ഗ്രാഫിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവരെഴുത്താണ്. അപ്പോൾ അത്രയും ഭയത്തോടു കൂടെ, അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു ഇഷ്യൂ കാരണം, അല്ലെങ്കിൽ ആ ഒരു ഷോക്ക് കാരണം ഞാൻ ആ ഒരു വാളിലുള്ള ചുവരെഴുത്തിനോട് ചാരി ആ ഒരു വരച്ചിട്ടുള്ള ആ ഒരു ചുവരെഴുത്തിൻ്റെ അടുത്ത് അതിനോട് പതിഞ്ഞു പോയി എന്നാണ് പറയുന്നത്. കാരണം ബിക്കോസ് ഓഫ് ദിസ് ഷോക്ക്. ഓക്കെ, ഇത്രയാണ് ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ ഐ റെഫ്യൂസ് ടു ഡു ഇറ്റ്. ഐ ഡോണ്ട് കെയർ ഹൂ ഹെർ ഫാദർ ഇസ്. ഹെർ ഗ്രേഡ്സ് ഡോണ്ട് ഈവൻ ബിഗൺ ടു കമ്പയർ ടു മാതാസ്. I won't lie or falsify records. Martha has a straight A+ average and you know it. That was Mr. Smith and he sounded very angry. Mr. Boone's voice sounded calm and quiet. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് മാർത്തയുടെ 2 ടീച്ചേഴ്സ് തമ്മിലുള്ള ഒരു ആർഗ്യുമെൻറ്റ്. അപ്പോൾ അവരുടെ ആ ഒരു ആർഗ്യുമെൻ്റാണ് ഇവിടെ പറയുന്നത്. അവർ പറയാണ്, അത് ചെയ്യാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അവളുടെ അച്ഛൻ ആരാണുള്ളതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. അവളുടെ മാർക്കുകൾ മാർത്തയുടേതുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മാത്രമല്ല ഞാൻ ഒരിക്കലും കള്ളം പറയില്ല. ഹിയർ ഫാൽസിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫാൽസിഫൈ റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ കള്ളപ്രമാണം. അങ്ങനെ ഒരു കള്ളപ്രമാണം ഞാൻ ഒരിക്കലും ഉണ്ടാക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. മാർക്കിൽ കൃത്രിമം കാണിക്കുകയില്ല. അതുപോലെ മാർത്ത എല്ലാ ക്ലാസ്സിലും A+ വാങ്ങുന്ന ഒരു മിടുക്കിയാണ്. ഇത് നിങ്ങൾക്കും അറിയാവുന്നതുമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് പറഞ്ഞത് നമ്മുടെ മിസ്റ്റർ സ്മിത്ത് ആയിരുന്നു. പക്ഷേ വളരെ ഉച്ചത്തിലും അതുപോലെ തന്നെ വളരെ ദേഷ്യത്തിലുമാണ് അവരത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ മിസ്റ്റർ ബൂണിൻ്റെ സൗണ്ട് വളരെ പതിഞ്ഞതും അതുപോലെ തന്നെ വളരെ സൈലൻ്റ് ആൻഡ് കാം ആൻഡ് ക്വയറ്റ് ആയിരുന്നു. ലുക്ക്, ജോയ്നാസ് ഫാദർ ഈസ് നോട്ട് ഓൺലി ഓൺ ദ ബോർഡ്, ഹി ഓൺസ് ദ ഓൺലി സ്റ്റോർ ഇൻ ടൗൺ. വി കുഡ് സേ ഇറ്റ് വാസ് എ ക്ലോസ്ഡ് ഐ ആൻഡ് ഓക്കെ. അപ്പോൾ ഇത് പറഞ്ഞ സമയത്ത് നമ്മുടെ മിസ്റ്റർ ബൂണിൻ്റെ ആ ഒരു സൗണ്ട് വളരെ പതിഞ്ഞതായിരുന്നു, അല്ലെങ്കിൽ വളരെ ശാന്തമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് ജോയ്നയുടെ അച്ഛൻ ബോർഡിലുണ്ടെന്നത് മാത്രമല്ല, നമ്മുടെ ടൗണിലുള്ള ഒരു സ്റ്റോർ അല്ലെങ്കിൽ ആ ഒരു ഏക കട അദ്ദേഹത്തിൻ്റെതുമാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് ഒരു പ്രയോജനമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ വെച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. The pounding in my ears drowned out the rest of the words. Only a word here and there filtered through. Martha is Mexican. Resign won't do it. Mr. Smith came rushing out and luckily for me went down the opposite way towards the auditorium, so he didn't see me. ഓക്കെ, ഇവിടെ മാർത്ത പറയുന്നത് അവളുടെ ടീച്ചേഴ്സ് പറയുന്ന ആ ഒരു ഡിസ്കഷൻ എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ആർഗ്യുമെൻ്റ് എന്താണെന്നുള്ളത് അവൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മാർത്ത മെക്സിക്കൻ ആണ്, പറ്റില്ല, റിസൈൻ അത് ചെയ്യാൻ പറ്റില്ല, ഇതൊഴികെ എനിക്ക് മറ്റൊന്നും കേൾക്കാനായിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഇത് പറഞ്ഞ് മിസ്റ്റർ സ്മിത്ത് വേഗത്തിൽ പുറത്തേക്ക് പോവുകയും ചെയ്തു. ഭാഗ്യത്തിന് ഞാൻ നിൽക്കുന്നതിൻ്റെ ആ ഒരു ഓപ്പോസിറ്റ് സൈഡിലൂടെയാണ് അവർ ഓഡിറ്റോറിയത്തിൻ്റെ സമീപത്തേക്ക് പോയത്. അതുകൊണ്ട് അദ്ദേഹം എന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അവരിവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ ഷേക്കിംഗ് ഐ വെയിറ്റഡ് എ ഫ്യൂ മിനിറ്റ്സ് ആൻഡ് ദെൻ വെന്റ് ഇൻ ആൻഡ് ഗ്രാബ്ഡ് മൈ ബാഗ് ആൻഡ് ഫ്ലെഡ് ഫ്രം ദ റൂം. Mr. Boone looked up when I came in, but I didn't say anything. To this day, I don't remember if I got in trouble in PE for being late or how I made it through the rest of the afternoon. I went home very sad and cried into my pillow
that night, so grandmother wouldn't hear me. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിറയലോടെ, ഹിയർ ഷേക്കിംഗ് മീൻസ് വിറയൽ എന്നാണ് കേട്ടോ അർത്ഥമാക്കുന്നത്. ഒരു വിറയലോടെ ഞാൻ കുറച്ച് മിനിറ്റുകൾ കാത്തു നിന്നതിന് ശേഷം ക്ലാസ്സിനകത്തേക്ക് കയറി എൻ്റെ ആ ബാഗ് കടന്നെടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടിയിട്ടുണ്ടായിരുന്നു. മിസ്റ്റർ ബൂൺ ഞാൻ അകത്തേക്ക് വരുന്നത് കണ്ടെങ്കിലും ഒന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് PEക്ക് വൈകിയതിന് ശിക്ഷ കിട്ടിയോ എന്നും അന്നത്തെ ദിവസം ഉച്ച കഴിഞ്ഞ് ഞാൻ എങ്ങനെയാണ് കഴിച്ചു കൂട്ടിയതെന്നും ഇന്നും എനിക്കറിയില്ലായിരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഏറെ ദുഃഖത്തോടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഗ്രാൻഡ് മദർ കേൾക്കാതിരിക്കാനായിട്ട് ഞാൻ ആ രാത്രി മുഴുവൻ തലയണയിൽ അല്ലെങ്കിൽ നമ്മുടെ പില്ലോയിൽ മുഖം അമർത്തി കരഞ്ഞിരിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. Then it seemed a cruel coincidence that I had overheard that conversation. The next day, when the principal called me into his office, I knew what it would be about. He looked uncomfortable and unhappy. I decided I wasn't going to make it any easier for him, so I looked him straight in the eyes. He looked away and fidgeted with the papers on his desk. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആ ഒരു കോൺവെർസേഷൻ ഞാൻ കേട്ടിട്ടുള്ളത് ഒരു ക്രൂവൽ കോ ഇൻസിഡൻസിനായിരുന്നു. ഹിയർ കോ ഇൻസിഡൻസ് മീൻസ് ഒരു യാദൃശ്ചിക സംഭവങ്ങളെയാണ് നമ്മൾ കോ ഇൻസിഡൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ക്രൂവലായിട്ടുള്ള ഹിയർ അസുഖകരമായിട്ടുള്ള ആ ഒരു യാദൃശ്ചിക സംഭവങ്ങളെല്ലാം ഒരുമിച്ച് വരാനായിരുന്നു ആ ഒരു കോൺവെർസേഷൻ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസം എൻ്റെ പ്രിൻസിപ്പൽ എന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തിനാണ് എന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫേസ് ഒരു സന്തോഷമില്ലാണ്ട്, അതുപോലെ തന്നെ ഒരു അൺഹാപ്പി ആയിട്ടും അതുപോലെ അൺകംഫർട്ടബിൾ ആയിട്ടുമാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം തന്നെ എന്നോട് എല്ലാം പറയട്ടെ എന്ന അർത്ഥത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ആണെങ്കിൽ ആ ഒരു ഡെസ്കിലുണ്ടായിരുന്ന പേപ്പറുകളിൽ പിടിച്ചുകൊണ്ട് അകലെ നോക്കി വളരെ അസ്വസ്ഥനായിട്ട്, ഹിയർ ഫിഡേറ്റഡ് മീൻസ് അസ്വസ്ഥനാവുക എന്നാണ് കേട്ടോ, അങ്ങനെ അസ്വസ്ഥനായിട്ടിരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. Then, Martha, he said, there has been a change in policy this year regarding the scholarship jacket. As you know, it has always been free. He cleared his throat and continued. This year, the board has decided to charge $15, which still won't cover the complete cost of the jacket. ഓക്കെ, ഇവിടെ നമ്മുടെ മാർത്തയോട് പ്രിൻസിപ്പൽ പറയാണ്, മാർത്ത ഈ വർഷം മുതൽ സ്കോളർഷിപ്പ് ജാക്കറ്റിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്കറിയാലോ, അത് എല്ലാ വർഷവും ഫ്രീ ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് പറയുന്ന സമയത്ത് അദ്ദേഹം തൻ്റെ സൗണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒന്ന് ശരിയാക്കിയതിന് ശേഷം അദ്ദേഹം പറയാണ്, ഈ വർഷം മുതൽ നമ്മുടെ ജാക്കറ്റിന് $15 ഈടാക്കാനായിട്ട് ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. ആ ഒരു $15 കൊണ്ടൊന്നും ജാക്കറ്റിൻ്റെ വിലയാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം നിർത്തുകയാണ് ചെയ്യുന്നത്. I stared at him in shock and a small sound of dismay escaped my throat. I hadn't expected this. He still avoided looking in my eyes. ഇത് കേട്ട സമയത്ത് ഞാൻ വളരെ ഷോക്കോടെ അദ്ദേഹത്തിനെ തുറിച്ചു നോക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹിയർ സ്റ്റയർഡ് മീൻസ് തുറിച്ചു നോക്കുക എന്നാണ് കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു ഡിസ്മേ, ഹിയർ ഡിസ്മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടിച്ചു കയറുന്നതിനാണ് ഡിസ്മേ എന്ന് പറയുന്നത്. ആ ഒരു പരിഭ്രാന്തി നിറഞ്ഞിട്ടുള്ള ആ ഒരു ചെറിയ ശബ്ദം എന്നിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് ഇടിച്ചു കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല അങ്ങനെ ഒരു സൗണ്ട് വരുമെന്ന്. അദ്ദേഹം ഇപ്പോഴും എൻ്റെ ആ ഒരു കണ്ണുകളിൽ നോക്കുന്നുണ്ടായിരുന്നില്ല. So, if you are unable to pay the $15 for the jacket, it will be given to the next one in line. I didn't need to ask who that was. പ്രിൻസിപ്പൽ എന്നോട് പറയായിരുന്നു, അതുകൊണ്ട് നിനക്ക് $15 അടയ്ക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അടുത്ത ആളിന് ഈ ജാക്കറ്റ് കൊടുക്കും. അതാരാണെന്ന് എനിക്ക് ചോദിക്കാതെ തന്നെ അറിയാമായിരുന്നു. Standing with all the dignity I could muster, I said, I will speak to my grandfather about it, sir, and let you know tomorrow. I cried on the walk home from the bus stop. The dirt road was a quarter mile from the highway, so by the time I got home, my eyes were red and puffy. ഓക്കെ, അപ്പോൾ ഇത് കേട്ട സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ട് ഏറെ വിനയത്തോടു കൂടെ, ഹിയർ ഡിഗ്നിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിനയം അതുപോലെ തന്നെ നല്ല ഗാംഭീര്യത്തോടെ എന്നൊക്കെയാണ് നമ്മുടെ ഡിഗ്നിറ്റിയുടെ അർത്ഥം കേട്ടോ. അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് വളരെ വിനയത്തോടു കൂടെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഓക്കെ ഇതിനെക്കുറിച്ച് ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിനോട് പറയാം സർ, എന്നിട്ട് നാളെ ഞാൻ ഇതിനെക്കുറിച്ചുള്ള കാര്യം നിങ്ങളെ അറിയിക്കാം, എൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളെ നാളെ അറിയിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. എന്നാൽ ബസ് സ്റ്റോപ്പ് മുതൽ വീട് വരെ ഞാൻ കരഞ്ഞുകൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഹിയോ ഇവിടെ പറയുന്നുണ്ട്, ആ ഒരു ഡേർട്ട് റോഡ് എന്ന് പറയുന്നത് ആക്ച്വലി മൺപാതയാണ് കേട്ടോ. ആ ഒരു മൺപാത ഹൈവേയിൽ നിന്ന് ഒരു ക്വാർട്ടർ മൈൽ, ഹിയോ 1/4 മൈലാണ്, 1/4 മൈലിനെയാണ് നമ്മൾ ക്വാർട്ടർ എന്ന് പറയുന്നത് കേട്ടോ. ക്വാർട്ടർ മൈൽ എന്ന് പറയുന്നത് ആ ഒരു 1/4 മൈൽ അകലെയായിരുന്നു ഉണ്ടായിരുന്നത്.
ഞാൻ എൻ്റെ വീട്ടിലെത്തിയപ്പോഴേക്കും എൻ്റെ കണ്ണുകളെല്ലാം ഇവിടെ ചുവന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ പഫി ആയിട്ടുണ്ടായിരുന്നു. ഹിയർ പഫി മീൻസ് നമ്മുടെ കണ്ണ് വീർക്കൂലേ കരഞ്ഞിട്ട്, അതിനെയാണ് പഫി എന്ന് പറയുന്നത്. ദെൻ where is grandpa? I asked grandma, looking down at the floor so she wouldn't ask me why I had been crying. She was sewing on a quilt as usual and I didn't look up. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഞാൻ വീട്ടിലെത്തിയ സമയത്ത് എൻ്റെ ഗ്രാൻഡ് മദറിനോട് എൻ്റെ ഗ്രാൻഡ് ഫാദർ എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ചോദിച്ചത് ഞാൻ ഫ്ലോറിലേക്ക് നോക്കിയിട്ടാണ്. അതുകൊണ്ട് തന്നെ എന്തിനാണ് കരയുന്നതെന്ന് എൻ്റെ ഗ്രാൻഡ് മദർ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ആസ് യൂഷ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിവ് പോലെ എൻ്റെ ഗ്രാൻഡ് മദർ ഒരു ക്വിൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെത്ത അല്ലെങ്കിൽ ചെറിയ കിടക്ക ഇല്ലേ, അതിനെയാണ് ക്വിൽറ്റ് എന്ന് പറയുന്നത്. അത് അവർ തയ്ക്കുകയായിരുന്നു. എന്നാൽ അവർ മുഖമുയർത്തി എന്നെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ദെൻ ഐ തിങ്ക് ഹി ഈസ് ഔട്ട് ബാക്ക് വർക്കിംഗ് ഇൻ ദ ബീൻ ഫീൽഡ്. ഹിയർ ഗ്രാൻഡ് മദർ മുഖമുയർത്തി നോക്കിയിട്ടില്ലെങ്കിലും അവർ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആ ഒരു ബീൻ ഫീൽഡിൽ കാണുമെന്നാണ് തോന്നുന്നത് എന്നായിരുന്നു. ഓക്കെ, ദെൻ I went outside and looked out at the fields. There he was. I could see him walking between the rows. His body bent over the little plants, her in hand. I walked slowly out to him, trying to think how I could best ask him for the money. There was a cool breeze blowing and a sweet smell of mesquite fruit in the air, but I didn't appreciate it. I kicked at a dirt cloth. Then I wanted that jacket so much. It was more than just being a valedictorian and giving a little thank you speech for the jacket on graduation night. It represented 8 years of hard work and expectation. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഫീൽഡിന് നേരെ, ഹിയർ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടം. ഓക്കെ, പാടത്തിന് നേരെ നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ടായിരുന്നു. അദ്ദേഹം ആ ഒരു ബീൻ റോസിൽ അല്ലെങ്കിൽ ആ ഒരു ബീൻ നിരകൾക്കിടയിലൂടെ നടക്കുന്നത് എനിക്ക് കാണാമായിരുന്നു. ചെറിയ ചെടികൾക്ക് മേലെ എൻ്റെ ഗ്രാൻഡ് ഫാദർ കുനിഞ്ഞു നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂമ്പ, മൺവെട്ടി എന്നൊക്കെയാണ് കേട്ടോ അർത്ഥമാക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ തൂമ്പ ഉണ്ടായിരുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദറിനോട് എങ്ങനെ പണം ചോദിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നാൽ ആ ഒരു സമയത്ത് തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ആ കാറ്റിൽ മെസ്കീറ്റ് മരത്തിലുണ്ടാവുന്ന ഫ്രൂട്ടിൻ്റെ സ്വീറ്റ് സ്മെല്ല് തങ്ങി നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കതൊന്നും ആസ്വദിക്കാനായില്ല. ഞാനൊരു ഡേർട്ട് ക്ലോഡിൽ, ഡേർട്ട് ക്ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺകട്ട എന്നാണ് കേട്ടോ മീൻ ചെയ്യുന്നത്. ആ ഒരു മൺകട്ടയിൽ കാലുകൊണ്ട് തട്ടി, എനിക്ക് ആ ജാക്കറ്റ് വേണം. ആ ഒരു ഗ്രാജുവേഷൻ നൈറ്റിൽ താങ്ക്ഫുൾ സ്പീച്ചിനുള്ള ഒരു അവസരം മാത്രമല്ല അത്, അതിനേക്കാൾ ഉപരി എൻ്റെ 8 വർഷത്തെ ഹാർഡ് വർക്കും അതുപോലെ തന്നെ എക്സ്പെക്റ്റേഷനുമാണ്. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഠിനാധ്വാനം, അതുപോലെ തന്നെ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷ. ഓക്കെ, അപ്പോൾ എൻ്റെ ആ ഒരു 8 വർഷത്തെ കഠിനാധ്വാനവും പ്രതീക്ഷയുമാണത്. I knew I had to be honest with Grandpa. It was my only chance. He saw my shadow and looked up. He waited for me to speak. I cleared my throat nervously and clasped my hands behind my back so he wouldn't see them shaking. Grandpa, I have a big favor to ask you. I said in Spanish, the only language he knew. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എൻ്റെ ഗ്രാൻഡ് ഫാദറിനോട് ഒരു ഹോണസ്റ്റ് ആയിരിക്കണം. ഹോണസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസ്ത. ഓക്കെ, ആ ഒരു വിശ്വസ്തയായിരിക്കണമെന്ന് എനിക്കറിയാമായിരുന്നു. അത് മാത്രമാണ് എൻ്റെ ഏക പ്രതീക്ഷ. അദ്ദേഹം എൻ്റെ ആ ഒരു ഷാഡോ കണ്ട് മുകളിലേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു. ഷാഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഴൽ. ഓക്കെ, ദെൻ ഞാൻ എന്താണ് പറയുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ഗ്രാൻഡ് ഫാദർ കാത്തു നിന്നു. എൻ്റെ കൈകൾ വിറയ്ക്കുന്നത് എൻ്റെ ഗ്രാൻഡ് ഫാദർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൈകൾ പുറകിലാക്കി കോർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മെല്ലെ ഞാൻ പറഞ്ഞു തുടങ്ങി, ഗ്രാൻഡ് ഫാദറിനോട് എനിക്കൊരു ഫേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായം എന്നൊക്കെയാണ് കേട്ടോ അതിനെ മീൻ ചെയ്യുന്നത്. എനിക്കൊരു ഫേവർ ചോദിക്കാനാണ് വന്നിട്ടുള്ളത്. ഞാനത് സ്പാനിഷിലാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു ലാംഗ്വേജ് മാത്രമേ എൻ്റെ ഗ്രാൻഡ് ഫാദറിന് അറിയുന്നുണ്ടായിരുന്നുള്ളൂ. He still waited silently. I tried again. Grandpa, this year the principal said the scholarship jacket is not going to be free. It is going to cost $15 and I have to take the money in tomorrow. Otherwise, it will be given to someone else. The last words came out in an eager rush. Grandpa straightened up tiredly and leaned his chin on the hoe handle. He looked out over the field that was filled with the tiny green bean plants. I waited desperately, hoping he had said I could have the money. He turned to me and asked quietly, "What does a scholarship jacket mean?" ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേട്ട സമയത്ത് എൻ്റെ ഗ്രാൻഡ് ഫാദർ അപ്പോഴും സൈലൻ്റ് ആയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ പിന്നെയും അദ്ദേഹത്തോട് പറഞ്ഞു,
ഗ്രാൻഡ് ഫാദർ ഈ വർഷം സ്കോളർഷിപ്പ് ജാക്കറ്റ് ഫ്രീ ആയിട്ട് നൽകില്ല എന്ന് എൻ്റെ പ്രിൻസിപ്പൽ പറഞ്ഞിട്ടുണ്ട്. ജാക്കറ്റ് ലഭിക്കണമെങ്കിൽ $15 നമ്മൾ നൽകണം. നാളെ ഞാൻ ആ ഒരു പണം കൊടുത്തില്ല എങ്കിൽ അടുത്ത ആളിന് ജാക്കറ്റ് നൽകുമെന്നാണ് എൻ്റെ സാറ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു അവസാന വാക്കുകൾ വളരെ വേഗത്തിലാണ് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് കേട്ട സമയത്ത് ഗ്രാൻഡ് ഫാദർ ക്ഷീണത്തോടെ നിവർന്നു നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താടി എന്നാണ് കേട്ടോ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ താടി ആ തൂമ്പയുടെ പിടിയിൽ മുട്ടിച്ച് നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ആ ഒരു ടൈനി ഗ്രീൻ ബീൻ പ്ലാന്റ്സിലേക്ക്, ടൈനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ എന്നാട്ടോ, ചെറിയ പച്ചപ്പയർ ചെടികൾ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ഫീൽഡിലേക്ക് അദ്ദേഹം നോക്കി. എനിക്ക് പണം നൽകാമെന്ന് അപ്പൂപ്പൻ പറയുമെന്ന പ്രതീക്ഷയിൽ ഞാൻ കാത്തു നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അപ്പൂപ്പൻ എൻ്റെ നേരെ തിരിഞ്ഞ് പതിയെ ചോദിച്ചു, സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? I answered quickly, maybe there was a chance. It means you have earned it by having the highest grades for 8 years and that is why they are giving it to you. Too late I realized the significance of my words. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ആ ഒരു ചോദ്യം കേട്ട സമയത്ത് ഇതാണ് നല്ലൊരു ചാൻസ് എന്ന് ഉറപ്പാക്കിയിട്ട് ഞാൻ വേഗത്തിൽ അതിന് ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ ഇതിനു വേണ്ടിയാണ് അധ്വാനിച്ചത്. അവർ അതിന് നൽകുന്ന ഒരു പ്രതിഫലമാണ് ഈ ഒരു ജാക്കറ്റ് എന്ന് പറയുന്നത്. എന്നാൽ വളരെ വൈകിയാണ് ഞാൻ പറഞ്ഞ വാക്കുകളുടെ ആ ഒരു പ്രാധാന്യം എനിക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ എനിക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നത്. Grandpa knew that I understood it was not a matter of money. It wasn't that. He went back to hoeing the weeds that sprang up between the delicate little bean plants. എന്നാൽ എൻ്റെ ഗ്രാൻഡ് ഫാദറിന് അറിയാം അത് പണത്തിൻ്റെ കാര്യമല്ല എന്നുള്ളത്. തീർച്ചയായിട്ടും അല്ല. ചെറിയ പയർച്ചെടികൾക്കിടയിൽ വളർന്നു നിൽക്കുന്ന ആ കള പറിക്കാനായിട്ട് തൂമ്പയുമായി അദ്ദേഹം തിരിച്ചുപോയി. ഇറ്റ് വാസ് എ ടൈം കൺസ്യൂമിംഗ് ജോബ്. സംടൈംസ് ദ സ്മോൾ ഷൂട്ട്സ് were right next to each other. Finally he spoke against as I turned to leave crying. അതൊരു സമയം കൊള്ളുന്ന പ്രവൃത്തിയാണ്. ചിലപ്പോൾ ചെടിയുടെ മുളപ്പുകൾ അന്യോന്യം ഒട്ടിച്ചേർന്നിരിക്കും. ഞാൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോകുവാൻ തുടങ്ങിയ സമയത്ത് ഗ്രാൻഡ് ഫാദർ എന്നോട് പറഞ്ഞു, Then if you pay for it, Martha, it is not a scholarship jacket, is it? Tell your principal I will not pay the $15. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ ഗ്രാൻഡ് ഫാദർ പറയാണ്, മാർത്ത, നീ സ്കോളർഷിപ്പ് ജാക്കറ്റിന് വേണ്ടി പണം മുടക്കിയാൽ അതൊരിക്കലും സ്കോളർഷിപ്പ് ജാക്കറ്റ് ആവില്ല. എന്താ, ശരിയല്ലേ? ഞാൻ അതിനുവേണ്ടി $15 അടയ്ക്കില്ലെന്ന് നിന്റെ പ്രിൻസിപ്പലിനോട് പറയൂ. ഓക്കെ, ദെൻ I walked back to the house and locked myself in the bathroom for a long time. I was angry with grandfather even though I knew he was right. And I was angry with the board, whoever they were. Why did they have to change the rules just when it was my turn to win the jacket? Those were the days of belief and innocence. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ അത് എന്നോട് പറഞ്ഞത് കേട്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ച് നടക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ ബാത്റൂമിൽ കയറിയിട്ട് ഞാൻ ഡോറ് ലോക്ക് ചെയ്തതിന് ശേഷം കുറേ സമയം അവിടെ നിൽക്കുകയാണ് ചെയ്തിരുന്നത്. എൻ്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞതാണ് ശരി എന്നുള്ള കാര്യം എനിക്കറിയാമായിരുന്നിട്ടും എനിക്ക് എൻ്റെ ഗ്രാൻഡ് ഫാദറിനോട് ദേഷ്യം തോന്നിയിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, ആ ബോർഡിൽ ആരൊക്കെ ഉണ്ടോ അവരോടൊക്കെയും എനിക്ക് അത്രയ്ക്ക് ദേഷ്യമാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ആ ഒരു ചാൻസ് ആയ സമയത്ത് അവരെന്തിനാണ് ഇങ്ങനെയുള്ള റൂൾസ് എല്ലാം മാറ്റിയിട്ടുണ്ടായിരുന്നത്? ആ ദിവസങ്ങളെന്ന് പറയുന്നത് ബിലീഫിൻ്റെയും ഇന്നസെൻസിൻ്റെതുമായിരുന്നു. അതായത് ഹിയർ ബിലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, വിശ്വാസത്തിൻ്റെയും അതുപോലെ തന്നെ ഇന്നസെൻസ് മീൻസ് നിഷ്കളങ്കത. ഓക്കെ, അങ്ങനെയുള്ള ആ ഒരു ബിലീഫും അതുപോലെ ഇന്നസെൻസും നിറഞ്ഞതായിരുന്നു ആ ഡേയ്സ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് വാസ് എ വെരി സാഡ് ആൻഡ് വിത്ഡ്രോൺ ഗേൾ ഹു ഡ്രാഗ്ഡ് ഇൻ ടു ദ പ്രിൻസിപ്പൽസ് ഓഫീസ് ദ നെക്സ്റ്റ് ഡേ. ദിസ് ടൈം ഹി ഡിഡ് ലുക്ക് മീ ഇൻ ദി ഐസ്. വാട്ട് ഡിഡ് യുവർ ഗ്രാൻഡ് ഫാദർ സേ? പിറ്റേ ദിവസം ഏറെ ദുഃഖിതയായിരുന്ന എന്നെ പ്രിൻസിപ്പലിൻ്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പ്രിൻസിപ്പൽ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. നിന്റെ ഗ്രാൻഡ് ഫാദർ എന്താണ് പറഞ്ഞത്? I sat very straight in my chair. ഞാൻ ചെയറിൽ നേരെ ഇരുന്നു. Then he said to tell you he won't pay the $15. എന്നാൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് $15 അടയ്ക്കാൻ പറ്റില്ലെന്നാണ്. Then the principal muttered something I couldn't understand under his breath and walked over to the window. He stood looking at something outside. He looked bigger than usual when he stood up. He was a tall, gaunt man with grey hair and I watched the back of his head while I waited for him to speak. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഇത് കേട്ട സമയത്ത് എന്തോ പിറുപിറുത്തുകൊണ്ട്, ഹിയർ മറ്റേഡ് മീൻസ് പിറുപിറുക്കുക എന്നാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ പിറുപിറുത്തുകൊണ്ട് ആ ഒരു വിൻഡോൻ്റെ അരികിലേക്ക് നടന്നിട്ടുണ്ടായിരുന്നു.
പുറത്തെന്തോ നോക്കി അദ്ദേഹം നിൽക്കുന്നുണ്ട്. ഒരു മെലിഞ്ഞ ശരീരവും അതുപോലെ തന്നെ ഗ്രേ ഹെയർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അവിടെ നിന്ന സമയത്ത് അദ്ദേഹത്തിന് സാധാരണയിലും കൂടുതൽ വലുപ്പമുള്ളതായിട്ടാണ് എനിക്കന്ന് തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ കാത്തിരിക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു തലയുടെ പുറകിലേക്ക് നോക്കിയിരുന്നു. Then, why? He finally asked. Your grandfather has the money. He owns a 200-acre ranch. ഓക്കെ, അപ്പം അദ്ദേഹം ചോദിക്കുകയാണ് എന്തുകൊണ്ട്. അദ്ദേഹം പിന്നീട് ചോദിച്ചു, നിൻ്റെ ഗ്രാൻഡ് ഫാദറിന് പണമുണ്ടല്ലോ, അദ്ദേഹത്തിന് 200 ഏക്കർ കൃഷിയിടമുണ്ടല്ലോ. ഹിയർ റാഞ്ച് മീൻസ് കൃഷിയിടം എന്നാണ് കേട്ടോ. ഓക്കെ, ദെൻ ഐ ലുക്ക്ഡ് അറ്റ് ഹിം ഫോഴ്സിങ് മൈ ഐസ് ടു സ്റ്റേ ഡ്രൈ. ഐ നോ സർ, ബട്ട് ഹീ സെഡ് if I had to pay for it, then it wouldn't be a scholarship jacket. I stood up to leave. I guess you will just have to give it to join. I hadn't meant to say that. It had just slipped out. I was almost to the door when he stopped me. Martha, wait. ഞാൻ പ്രിൻസിപ്പലിനെ നോക്കി കണ്ണു നിറയാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കറിയാം സർ, പക്ഷേ എൻ്റെ ഗ്രാൻഡ് ഫാദർ പറയുന്നത് പണം കൊടുത്ത് വാങ്ങിക്കുന്നത് ഒരിക്കലും സ്കോളർഷിപ്പ് ജാക്കറ്റ് ആവില്ലെന്നാണ്. ഞാൻ പോകാനായിട്ട് എഴുന്നേറ്റു. അങ്ങ് അത് ജോയിന് കൊടുത്തോളൂ. പറയണമെന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതായിരുന്നില്ല, എന്നാൽ എൻ്റെ ആ ഒരു വേർഡ്സ് അല്ലെങ്കിൽ ആ ഒരു വാക്കുകൾ എൻ്റെ വായിൽ നിന്ന് തെന്നി വീണതാണ്. ഞാൻ ഏകദേശം വാതിലിനടുത്തേക്ക് നീങ്ങി. പക്ഷേ അദ്ദേഹം എന്നെ തടഞ്ഞു. മാർത്ത, നിൽക്കൂ. Then I turned and looked at him, waiting. What did he want now? I could feel my heart pounding loudly in my chest. Something bitter and wild tasting was coming up in my mouth. I was afraid I was going to be sick. I didn't need any sympathy speeches. He sighed loudly and went back to his big desk. ഓക്കെ, അത് കേട്ട സമയത്ത് ഞാൻ തിരിഞ്ഞ് അദ്ദേഹത്തെ നോക്കി. അദ്ദേഹത്തിന് ഇനി എന്താണ് വേണ്ടത്? എൻ്റെ ചെസ്റ്റ് അല്ലെങ്കിൽ എൻ്റെ നെഞ്ച് ക്രമാതീതമായിട്ട് ഉച്ചത്തിൽ മിടിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹിയർ ബിറ്റർ മീൻസ് കയ്പ് എന്നാണ് കേട്ടോ. കയ്പുള്ളതും അതുപോലെ തന്നെ ഹിയർ വൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീചമായത് അല്ലെങ്കിൽ അത്ര സുഖകരമല്ലാത്തത്, അങ്ങനെയുള്ള ഒരു രുചി എൻ്റെ വായ്ക്കുള്ളിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്തെങ്കിലും അസുഖം വരാൻ തുടങ്ങുകയാണോ എന്ന് ഒരു ഭയം എനിക്കുണ്ടായിരുന്നു. എനിക്ക് അനുകമ്പ നിറഞ്ഞ ഒരു സംസാരം ഇനി ആവശ്യമില്ല. ആരുടെയും സിമ്പതി എനിക്ക് ആവശ്യമില്ല. അദ്ദേഹം ഉച്ചത്തിൽ ഒന്ന് ഹിയർ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെടുവീർപ്പിടുന്നതിനാണ് കേട്ടോ. അങ്ങനെ നെടുവീർപ്പിട്ടുകൊണ്ട് തൻ്റെ വലിയ ഡെസ്കിനടുത്തേക്ക് നടന്നു. Then he watched me, biting his lip. Okay, we will make an exception in your case. I will tell the board you will get your jacket. Okay, അദ്ദേഹം ഇത് കേട്ട സമയത്ത് തൻ്റെ ലിപ്സ് അല്ലെങ്കിൽ ചുണ്ടുകൾ കടിച്ചുകൊണ്ട് എന്നെ സൂക്ഷ്മമായി നോക്കി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ശരി, നിൻ്റെ കാര്യത്തിൽ ഞാനൊരു ഇളവ് തരാം. ഞാൻ ബോർഡിനോട് പറയാം, നിനക്ക് തന്നെ ജാക്കറ്റ് കിട്ടും. I could hardly believe my ears. I spoke in a trembling rush. Oh, thank you, sir. Suddenly, I felt great. I didn't know about adrenaline in those days, but I knew something was pumping through me, making me feel as tall as the sky. I wanted to yell, jump, run, them I'll do something. അത് കേട്ട സമയത്ത് എനിക്ക് എൻ്റെ കാതുകളെ വിശ്വസിക്കാനായിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു വിറയലോടെ പറഞ്ഞു, ഓ താങ്ക് യു സർ. അക്കാലത്ത് എനിക്ക് അഡ്രിനലിനെ കുറിച്ച് അറിയില്ലായിരുന്നു. ഹിയോ അഡ്രിനലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃക്കഗ്രന്ഥികളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് അത്ര തന്നെ അറിവില്ലായിരുന്നു ആ ഒരു സമയത്ത്. പക്ഷേ എന്തോ ഒന്ന് എന്നിലൂടെ ഉയരുന്നുണ്ട്. ആകാശത്തോളം ഉയരത്തിലാണ് ഞാൻ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ സമയത്ത് തുള്ളിച്ചാടണമെന്നോ അല്ലെങ്കിൽ കരയണമെന്നോ ഓടണമെന്നോ മറ്റെന്തൊക്കെയോ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. I ran out so I could cry in the hall where there was no one to see me. ഞാൻ ഹാളിലേക്ക് ഉറക്കെ കരഞ്ഞുകൊണ്ട് ഓടി. അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. Then at the end of the day, Mr. Smith winked at me and said, I hear you are getting the scholarship jacket this year. അങ്ങനെ ആ ദിവസത്തിൻ്റെ അവസാനം മിസ്റ്റർ സ്മിത്ത് ഹിയർ വിങ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിറുക്കുക എന്നാണ് കേട്ടോ. എന്നെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു, നിനക്കാണ് ഈ വർഷം സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടുന്നതെന്ന് ഞാൻ അറിഞ്ഞു. His face looked as happy and innocent as a baby's, but I knew better. Without answering, I gave him a quick hug and ran to the bus. I cried on the walk home again, but this time because I was so happy. I couldn't wait to tell Grandpa and ran straight to the field. I joined him in the row where he was working, and without saying anything, I crouched down and started pulling up the weeds with my hands. Grandpa worked alongside me for a few minutes and he didn't ask what had happened. After I had a little pile of weeds between the rows,
I stood up and faced him. ഓക്കെ, അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞ സമയത്ത് ഒരു കൊച്ചുകുട്ടിയുടേതുപോലെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് സന്തോഷവും അതുപോലെ തന്നെ ആ ഒരു ഇന്നസെൻസും നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു. മറുപടി പറയുന്നതിന് മുൻപ് പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ബസ്സിന് നേരെ ഓടി. ഇപ്രാവശ്യം ഞാൻ വീട് വരെ കരഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ സന്തോഷം കൊണ്ടാണ് എന്ന് മാത്രം. എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ കാത്തിരിക്കാതെ ഞാൻ വേഗം ആ ഒരു ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പാടത്തേക്ക് ഓടിച്ചെന്നു. അദ്ദേഹം പണിയുന്ന ആ ഒരു പയർ നിരകൾക്കടുത്ത് ഞാനും ചെന്ന് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെ കൂടി. ഒന്നും പറയാൻ നിൽക്കാതെ ഞാനും കുനിഞ്ഞ് ഈ ഒരു കള പറിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഹിയോ കൗച്ച്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുനിയുക എന്നാണ് കേട്ടോ അർത്ഥം വരുന്നത്. എന്നാൽ എൻ്റെ അടുത്ത് നിന്നാണ് എൻ്റെ ഗ്രാൻഡ് ഫാദർ പണി ചെയ്തിരുന്നെങ്കിലും എന്താണ് സംഭവിച്ചത് എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. കള പറിച്ച് ഒരു ചെറിയ കൂന പോലെ കൂട്ടിയിട്ടിട്ട് ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിന് നേരെ തിരിഞ്ഞു. ഹിയോ പൈൽ മീൻസ് അതായത് കൂമ്പാരം അല്ലെങ്കിൽ കൂന എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ വീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള എന്നാണ്. ദെൻ ദ പ്രിൻസിപ്പൽ സെഡ് ഹി ഈസ് മേക്കിംഗ് ആൻ എക്സെപ്ഷൻ ഫോർ മീ ഗ്രാൻഡ്പാ ആൻഡ് ഐ എം ഗെറ്റിംഗ് ദ ജാക്കറ്റ് ആഫ്റ്റർ ഓൾ. ദാറ്റ് ഈസ് ആഫ്റ്റർ ഐ ടോൾഡ് ഹിം വാട്ട് യു സെഡ്. അങ്ങനെ ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിനോട് പറഞ്ഞു, ഗ്രാൻഡ് ഫാദർ, പ്രിൻസിപ്പൽ എനിക്കൊരു ഇളവ് തന്നു, എനിക്ക് ഈ വർഷം ജാക്കറ്റ് കിട്ടും. എൻ്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞ പോലെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോഴാണ് ഇക്കാര്യം അദ്ദേഹം എന്നോട് പറഞ്ഞത്. Grandpa didn't say anything. He just gave me a pat on the shoulder and a smile. He pulled out the crumpled red handkerchief that he always carried in his back pocket and wiped the sweat off his forehead. എന്നാൽ ഇത് കേട്ട സമയത്ത് എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം മെല്ലെ എൻ്റെ ചുമലിൽ തട്ടി പുഞ്ചിരിച്ചു. ഹിയർ പാറ്റ് മീൻസ് തട്ടുക എന്നാണ് കേട്ടോ. അതിനുശേഷം ചുളിവുകളുള്ള ആ റെഡ് ഹാൻഡ് കർച്ചീഫ് പിൻ പോക്കറ്റിൽ നിന്നെടുത്ത് മേൽനെറ്റിയിലെ വിയർപ്പ് അദ്ദേഹം തുടയ്ക്കുന്നുണ്ടായിരുന്നു. ബെറ്റർ ഗോ സീ ഇഫ് യുവർ ഗ്രാൻഡ് മദർ നീഡ്സ് എനി ഹെൽപ്പ് വിത്ത് സപ്പർ. ഓക്കെ, എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, സപ്പർ കഴിക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ ഗ്രാൻഡ് മദറിനെ സഹായിക്കൂ. ഐ ഗേവ് ഹിം എ ബിഗ് ഗ്രിൻ. ഹി ഡിഡ്ന്റ് ഫോൾ മീ. ഐ സ്കിപ്ഡ് ആൻഡ് റാൻ ബാക്ക് ടു ദ ഹൗസ് വിസ്ലിംഗ് സം സില്ലി ട്യൂൺ. ഓക്കെ, ഞാൻ അപ്പൂപ്പനെ ഇളിച്ച് കാണിച്ചു. ഹിയോ ബിഗ് ഗ്രീൻ മീൻസ് ഇളിക്കുക എന്നാണ് കേട്ടോ. ഓക്കെ, ദെൻ എൻ്റെ ഗ്രാൻഡ് ഫാദർ എന്നെ വിഡ്ഢിയാക്കിയില്ല. ഞാൻ അവിടെ നിന്ന് ചാടിത്തുള്ളി ഒരു മൂളിപ്പാട്ടും പാടി വീട്ടിലേക്ക് ഓടി. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് ദ സ്റ്റോറി. ഇത്രയാണ് നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റോറിയിലൂടെ മാർത്ത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്, ഒരു സാധാരണ പെൺകുട്ടിയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ മാർത്ത എന്ന് പറയുന്ന പെൺകുട്ടി അത്രയ്ക്ക് നന്നായി പഠിച്ചിട്ടും അവളുടെ ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് അവൾക്ക് നഷ്ടമാവാൻ പോവുകയായിരുന്നു. കാരണം അവളുടെ അവർക്ക് അതിന് മാത്രമുള്ള ക്യാഷ് ഇല്ല. പക്ഷെ അതുവരെ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കാൻ ആളുകളുണ്ടായിരുന്നു. ബട്ട് അന്നത്തെ ഒരു സിറ്റുവേഷൻ അല്ല നമുക്കിപ്പോൾ ഉള്ളത്. നമുക്കിപ്പോൾ എല്ലാം വളരെ ജെന്യൂനായിട്ട് തന്നെയാണ് നടക്കുന്നത്. സോ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയും തല ഉയർത്തി നിൽക്കാനായിട്ട് പറ്റും. ഇപ്പം നമുക്കറിയാം ഈ ഒരു 10th സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ടേണിംഗ് പോയിൻ്റ് തന്നെയാണ്. 1st സ്റ്റാൻഡേർഡ് ടു 9th സ്റ്റാൻഡേർഡ് വരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒന്നും സർട്ടിഫിക്കറ്റ്സ് നമുക്ക് നമ്മുടെ കയ്യിൽ വെക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങളുടെ മരണം വരെ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ് നിങ്ങളുടെ ഈ ഒരു 10th സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ SSLC ബുക്ക് എന്ന് പറയുന്നത്. സോ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് മറ്റുള്ള ആളുകൾക്ക് മുന്നിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അത് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അത് ആളുകൾക്ക് മുന്നിൽ നല്ല രീതിയിൽ നിന്നത് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ടേണിംഗ് പോയിൻ്റ് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് നല്ല മാർക്ക് വാങ്ങിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അടുത്ത വീഡിയോവുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ്. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബായ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ കുട്ടികൾ ഈ വാച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ കിഡ്സ്. ബൈ.